എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാനലിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 ഫെബ്രുവരി 13, 14 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ 2026 നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഏറ്റവും പുതിയ റെക്കോർഡ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 400 മണിക്കൂറിലേറെയുള്ള ക്ലാസ്സുകൾ, മോഡൽ എക്സാമുകൾ, ടോപ്പിക് വൈസ് റിവിഷൻ എക്സാമുകൾ, ദെൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ, ന്യൂ ആൻഡ് ഓൾഡ് SCRT ക്ലാസ്സുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, സോ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തി മെന്റൽ സപ്പോർട്ട് ഉൾപ്പെടെ നിങ്ങൾക്ക് ഇപ്പോൾ വെറും 2499 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അറിയാലോ 2026 ഒരുപാട് എക്സാംസ് നടക്കാനുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും, കമ്പനി ബോർഡും അസിസ്റ്റന്റും, അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടറും, സബ് ഇൻസ്പെക്ടർ പോലീസും, SBC അങ്ങനെ ഒരുപാട് എക്സാംസ് നടക്കാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ഈ ഒരു ക്ലാസ് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി ലൈഫ് ടൈം വാലിഡിറ്റി ആണ്. ദെൻ പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ 75 93 98 57 57 അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അതുവഴിയും പർച്ചേസ് ചെയ്യാം. ഈ ഡിഗ്രി ലെവൽ പറഞ്ഞതുപോലെ തന്നെയാണ് 10th ലെവൽ മെയിൻസ് എക്സാമുകൾ 2026 നടക്കാനുണ്ട്. പ്രത്യേകിച്ച് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ദെൻ അതുപോലെ തന്നെ വെബ്കോ LDC പോലുള്ള എക്സാമുകൾ, ദെൻ 2027 LDC ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവർക്കും എന്ത് ചെയ്യുന്നു യൂസ്ഫുൾ ആവുന്ന രീതിയിൽ മറ്റൊരു കോഴ്സ് കൂടി ടാലന്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 10th മെയിൻസ് കോഴ്സ് ആണ്. അത് നിങ്ങൾക്ക് വെറും 1499 രൂപയ്ക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ 200 മണിക്കൂറിലേറെയുള്ള ക്ലാസ്സുകൾ കൊടുക്കും. ദെൻ ന്യൂ ആൻഡ് ഓൾഡ് SCRT ക്ലാസ്സുകൾ കൊടുക്കും. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ഉണ്ടാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ടാവും, മോഡൽ എക്സാം ഉണ്ടാവും, ടോപ്പിക് വൈസ് റിവിഷൻ എക്സാം ഉണ്ടാവും, മെന്റൽ സപ്പോർട്ട് ഉണ്ടാവും, സിലബസ് ഫുൾ ആയിട്ട് കവർ ചെയ്യും. സോ ഇതെല്ലാം കൂടി ചേർത്താണ് ഈ 1499. ദെൻ ഇതിന്റെ വാലിഡിറ്റി ലൈഫ് ടൈം വാലിഡിറ്റി ആണ്. പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിലുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് നോക്കാം. നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് മലയാള വാർത്താ മാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് എഡിറ്ററായിട്ട് ചുമതലയേറ്റ മാധ്യമ പ്രവർത്തക ആരാണ്. അപ്പോൾ ഇതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വഴിക്ക് പോകുന്നതല്ലേടാ, ഡെയിലി കറണ്ട് അഫയേഴ്സ് അല്ലേ, നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഓർത്ത് വെച്ചേക്കാം അല്ലേ. അപ്പോൾ മലയാള വാർത്താ മാധ്യമ ചരിത്രത്തിലെ ആദ്യ വനിതാ ചീഫ് എഡിറ്ററായിട്ട് ചുമതലയേറ്റ മാധ്യമ പ്രവർത്തക ആര് എന്നുള്ളതാണ്. അത് സുജയ പാർവതി. ആരാണ്? സുജയ പാർവതിയാണ്. ഇനി ചാനൽ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ബിഗ് TV. അതാണ് ബിഗ് TV എന്ന് പറയുന്ന ചാനലാണ്. സോ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി അടുത്തത് ഒരു പുരസ്കാരമാണ് നമുക്ക് നോക്കാനുള്ളത്. അതായത് 2026 കേരള കാളിദാസ കേരളവർമ്മ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? അപ്പൊ 2026 കേരള കാളിദാസ കേരളവർമ്മ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? KS രതീഷ്. ആരാണ്? KS രതീഷ്. അദ്ദേഹത്തിന്റെ മാളം എന്ന് പറയുന്ന ചെറുകഥാ സമാഹാരത്തിനാണ് എന്ത് ചെയ്തത്, പുരസ്കാരം കിട്ടിയത്. സോ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, സംസ്ഥാന സർക്കാർ സേവനങ്ങൾ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? അപ്പോൾ ഒരു പുതിയ മൊബൈൽ ആപ്ലിക്കേഷനെ പറ്റിയാണ്. ആപ്ലിക്കേഷന്റെ പേര് ഇത്രയേ ഉള്ളൂ, നമ്മുടെ കേരളം. എന്താണ് നമ്മുടെ കേരളം എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ? അപ്പോൾ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ സേവനങ്ങൾ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കാനുള്ള എന്താണ് മൊബൈൽ ആപ്ലിക്കേഷനാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ കേരളം. ഇനി അടുത്തത് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര വിദ്യാലയം ഏതാണ്? അപ്പോൾ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര വിദ്യാലയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഏതാണ്? മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിലാണ്. ദെൻ ഇതിന്റെ പ്രഖ്യാപനം നടത്തിയത് നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അപ്പോൾ എന്താണ് നമ്മുടെ പിണറായി വിജയൻ എന്ത് ചെയ്തിരിക്കുന്നു, പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്താണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര വിദ്യാലയം? ഏത്? മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇനി അടുത്തത് ഒരു ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം 1961 വന നിയമം. അപ്പോൾ അതിൻ്റെ ഒരു ഭേദഗതി വന്നിരിക്കുകയാണ്. അതായത് 2025 കേരള വന ഭേദഗതി നിയമപ്രകാരം സ്വകാര്യ ഭൂമിയിൽ വളർത്തുന്ന ചന്ദനമരം വനം വകുപ്പ് മുഖേന മുറിച്ച് വിൽക്കാനായിട്ട് ഭൂ ഉടമകൾക്ക് സർക്കാർ എന്ത് ചെയ്തിരിക്കുന്നു, പുതുതായിട്ട് അനുമതി നൽകിയിരിക്കുകയാണ്. അപ്പോൾ മുൻപെന്ന് പറയുന്നത് നമ്മുടെ സ്വകാര്യ ഭൂമിയിൽ ചന്ദനം ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ അത് മുറിച്ച് വിൽക്കാനുള്ള അവകാശമൊന്നും ആർക്കില്ല, ഉടമസ്ഥനൊന്നും ഇല്ലായിരുന്നു. തന്നെ അത് കാണാതെ പോയി കഴിഞ്ഞാലും കേസ് ആരുടെ തലയിൽ വരും, ഉടമസ്ഥന്റെ തലയിൽ വരും. പക്ഷേ ഇനി മുതൽ അങ്ങനെ ഉടമസ്ഥന്റെ തലയിൽ കേസൊന്നും വരത്തില്ല. അപ്പോൾ ഇവിടെ പുതിയൊരു ഭേദഗതി വന്നിരിക്കുകയാണ്. അതായത് ഈ ഒരു നിയമം ഭേദഗതി ചെയ്തത് മൂലം എന്താണ്, സ്വകാര്യ ഭൂമിയിൽ വളർത്തുന്ന ചന്ദനമരം വനം വകുപ്പ് മുഖേന മുറിച്ച് വിൽക്കാനായിട്ട് ഭൂവുടമകൾക്ക് എന്ത് ചെയ്യുന്നു, സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. സോ അതുവഴി എന്ത് ചെയ്യാം, സ്വന്തം പറമ്പിൽ ചന്ദനം ഉണ്ടെങ്കിൽ വനം വകുപ്പ് മുഖേന എന്ത് ചെയ്യാം, മുറിച്ച് വിൽക്കുകയും ചെയ്യാം. അതിന്റെ അതാണ് ഇൻകം, അതിന്റെ വരുമാനം എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങിക്കാനും പറ്റും. സോ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഫർ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ടാലന്റിന്റെ ഓൾഡ് ബുക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ വെറും 99 രൂപയ്ക്ക് 1 കിലോ പുസ്തകങ്ങൾ നൽകുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഓൾഡ് ബുക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ടാണ്, ന്യൂ ബുക്ക് അല്ല. അപ്പോൾ പഴയ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ 1 കിലോ പുസ്തകം 99 എന്ന് പറയുന്ന റേറ്റിൽ വാങ്ങിച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 85 90 57 57 10 അല്ലെങ്കിൽ 85 90 57 57 12 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതല്ലെങ്കിൽ varanda.channelkerala.com/books എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാലും മതി.
ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി പദ്ധതി യാഥാർത്ഥ്യമായിട്ട് 2026 50 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി പദ്ധതിയാണ്. അപ്പോൾ ഇതിന്റെ ഇനാഗുറേഷൻ ചെയ്ത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1976 അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. ഇന്ദിരാഗാന്ധിയാണ് എന്ത് ചെയ്തത്? ഈ പറയുന്ന ഇടുക്കി ഡാമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. നമ്മുടെ എന്താണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് എന്ന് പറയുന്നത് ഇടുക്കി എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ഇടുക്കി ജലവൈദ്യുത പദ്ധതി 50 വർഷം പൂർത്തിയാക്കുകയാണ്. ഇനി ഇടുക്കി ജലവൈദ്യുതിയെ പറ്റി പറയുമ്പോൾ കുറവൻ മലയ്ക്കും കുറത്തിമലയ്ക്കും ഇടയിലാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. സോ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് 2026 ഫെബ്രുവരിയിൽ വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ TCSനെ മറികടന്ന് ഇന്ത്യയിലെ 4ാമത്തെ വലിയ കമ്പനിയായിട്ട് മാറിയത് ഏത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നമ്മുടെ എന്താണ് TCSനെ മറികടന്നാണ് അവരെന്ത് ചെയ്തത് മുന്നേക്കുന്നത്, 4ാം സ്ഥാനത്തേക്ക് വന്നെന്നുള്ള കാര്യം ഓർക്കുക. ദെൻ 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം നോക്കുമ്പോൾ 1ാമത് റിലയൻസും ദെൻ അതിനുശേഷം HDFCയും ദെൻ 3ാമത് എയർടെലുമാണ് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു 3 ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 3 ആപ്ലിക്കേഷനായിട്ട് പരിചയപ്പെടുന്നതിന് പകരം ഒറ്റ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് പരിചയപ്പെടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ തന്നെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അതായത് 3 ആപ്ലിക്കേഷൻസ്, അതായത് സിവാസ്, സമുദ്ര 2.0, ദെൻ ജെല്ലി AIIP എന്ന് പറയുന്ന 3 ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്തിരിക്കുന്നു? ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് 3 ആപ്ലിക്കേഷൻസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും എന്താണ് എന്നുള്ളതിനെ പറ്റി ഒന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ജെല്ലി AIIP എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ജെല്ലി ഫിഷ് അഗ്രിഗേഷൻ ഇൻഫർമേഷൻ ഇന്ററാക്റ്റീവ് പോർട്ടൽ. അപ്പോൾ എന്താണ് ജെല്ലി ഫിഷ് അഗ്രിഗേഷൻ ഇൻഫർമേഷൻ ഇന്ററാക്റ്റീവ് പോർട്ടൽ എന്നാണ് ഈ പറയുന്ന ജെല്ലി AIIPയുടെ പൂർണ്ണരൂപം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സമുദ്ര മേഖലയിലുള്ള ജെല്ലി ഫിഷിന്റെ സാന്നിധ്യം അറിയുകയും അതിനെ പറ്റിയിട്ട് നമ്മുടെ നാവികർക്കും അല്ലെങ്കിൽ എന്താണ് വള്ളത്തിൽ പോകുന്നവർക്കും വിനോദസഞ്ചാരികൾക്കൊക്കെ എന്ത് ചെയ്യുക, അതിനെപ്പറ്റി ഇൻഫർമേഷൻ കൊടുക്കുക, അതിനെ തുടർന്ന് അപകടം ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഈ ഒരു ആപ്പിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി അടുത്തത് സമുദ്ര 2.0 എന്നുള്ളതാണ്. അതായത് നമ്മുടെ നാവികർക്കും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും ഒക്കെ ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഉണ്ടായിരുന്ന ആപ്ലിക്കേഷന്റെ ഒരു അപ്ഡേറ്റഡ് വെർഷൻ ആണ് എന്തെന്ന് പറയുന്നത് സമുദ്ര 2.0. അതിന്റെ സമുദ്രയുടെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് സ്മാർട്ട് ആക്സസ് ടു മറൈൻ യൂസേഴ്സ് ഫോർ ഓഷ്യൻ ഡേറ്റ റിസോഴ്സസ് ആൻഡ് അഡ്വൈസറീസ് എന്നുള്ളതാണ് സമുദ്ര 2.0യുടെ എന്തെന്ന് പറയുന്നത് പൂർണ്ണരൂപം എന്ന് പറയുന്നത്. ഇനി അടുത്തത് സിവാസ് ആണ്. സ്വെൽ സർജ് ഇൻയുണ്ടേഷൻ വൾണറബിലിറ്റി അഡ്വൈസറി സിസ്റ്റം എന്നാണ് സിവാസിന്റെ പൂർണ്ണരൂപം. അത് നമ്മുടെ കേരളത്തിൽ പൊതുവായിട്ട് കാണുന്ന ഒരു പ്രതിഭാസമാണ് കള്ളക്കടൽ പ്രതിഭാസം എന്ന് പറയുന്നത്. അപ്പോൾ ആ കള്ളക്കടൽ പ്രതിഭാസം പോലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ആൾക്കാർക്ക് ഇൻഫർമേഷൻ കൊടുക്കാനുള്ളതാണ് എന്തെന്ന് പറയുന്നത് സിവാസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. സോ അതുകൂടെ നോട്ട് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി ചട്ടപ്രകാരം അധികൃതർ ആവശ്യപ്പെട്ടാൽ 3 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം, വ്യാജ AI ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യണം, അഥവാ ഡീഫേക്കുകൾ എന്ത് ചെയ്യണം, നീക്കം ചെയ്യണം എന്നുള്ളതാണ്. മുൻപ് ഈ പറയുന്ന ഫേസ്ബുക്ക് പോലുള്ള കാര്യം സോഷ്യൽ മീഡിയസിൽ എന്താണ് അത് 36 മണിക്കൂറായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ് പറഞ്ഞേക്കുന്നത് 3 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം, നീക്കം ചെയ്യണം. then ഇത് പ്രാബല്യത്തിൽ വരുന്നത് 2026 ഫെബ്രുവരി 20 മുതലാണ്. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞേ, കേന്ദ്ര സർക്കാരിന്റെ പുതിയ IT ഭേദഗതി പ്രകാരം അധികൃതർ ആവശ്യപ്പെട്ടാൽ 3 മണിക്കൂറിനുള്ളിൽ വ്യാജ AI ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യണം എന്നുള്ളതാണ്. മുൻപ് 36 മണിക്കൂറായിരുന്നു, ഇപ്പോൾ അത് എത്രയായിട്ട് മാറി, 3 മണിക്കൂറിനുള്ളിലാക്കി. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിക്കൽ റോഡ് ഏതെന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിക്കൽ റോഡ് ഏതെന്നുള്ളതാണ്. അത് മുംബൈ കോസ്റ്റൽ റോഡാണ്. ഏതാണ്? മുംബൈ കോസ്റ്റൽ റോഡാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വാഹനങ്ങൾ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് എന്താണ് ജയ് ഹോ എന്ന് പറയുന്ന ഗാനം എന്ത് ചെയ്യാം, കേൾക്കാൻ പറ്റും. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിക്കൽ റോഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈ കോസ്റ്റൽ റോഡാണ്. അപ്പോൾ ജപ്പാനിലൊക്കെ ഉണ്ടായിരുന്ന ഈ ഒരു സാങ്കേതിക വിദ്യയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഈ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിക്കൽ റോഡ് എന്ന് പറയുന്നത് മുംബൈ കോസ്റ്റൽ റോഡാണ്. ജയ് ഹോ എന്ന് പറയുന്ന ഗാനം എന്ത് ചെയ്യുന്നു, ഈ ഒരു വാഹനങ്ങൾ പാസ് ചെയ്ത് പോകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, കേൾക്കാനായിട്ട് പറ്റും. ഇനി അടുത്തത് എന്താണ്, ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് അടുത്തിടെ ലഖ്പതി ബിട്ടിയ യോജന ആരംഭിച്ച സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്ര ഭരണ പ്രദേശം ഏതാണ്. അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയാണ്, അടുത്തിടെ എന്താണ് ലഖ്പതി ബിട്ടിയ യോജന ആരംഭിച്ചത് ആര് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഏത് ഗവൺമെന്റ് എന്നുള്ളതാണ്. ഡൽഹി ഗവൺമെന്റ് ആണ്. ഡൽഹി ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ തന്നെ രേഖാ ഗുപ്തയാണ് അവിടുത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്കീം എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വീട്ടിലെ 2 പെൺകുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്കീമിന്റെ ഭാഗമാകാൻ പറ്റും. അതായത് ഡിഗ്രി
ഡിഗ്രി പഠനം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് എത്ര രൂപ വെച്ച് 1 ലക്ഷം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണിത്. അപ്പോൾ ഇവിടെ കുറച്ച് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. ഡിഗ്രി കഴിയുന്നതിന് മുൻപേ അല്ലെങ്കിൽ ഡിഗ്രി പൂർത്തിയാകുന്നതിന് മുൻപേ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എന്താവും അയോഗ്യയാവും. ദെൻ ഇത് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, അയോഗ്യയാവും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ദെൻ ഒരു വീട്ടിലെ 2 പെൺകുട്ടികൾക്ക് ഈ ഒരു സ്കീമിന്റെ ഭാഗമാകാം. 2 പേർക്കും ഓരോ ലക്ഷം രൂപ ഇത് എന്ത് ചെയ്യും, കിട്ടുകയും ചെയ്യുന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി അതുപോലെ തന്നെ മുൻപ് അവിടെ ഉണ്ടായിരുന്ന ഒരു പദ്ധതിയുണ്ട്, ലാഡ്ലി യോജന. അപ്പോൾ അതിന് പകരമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു പുതിയ പദ്ധതി ലഖ്പതി ബിട്ടിയ യോജന എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലോക്സഭയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകപ്പെട്ട 4ാമത്തെ സ്പീക്കർ. അപ്പോൾ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ നിലവിലെ ലോക്സഭാ സ്പീക്കർക്ക് ഒരു അവിശ്വാസ പ്രമേയ നോട്ടീസ് പോയിരിക്കുകയാണ്. ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓം ബിർളയ്ക്കാണ്. ദെൻ ഈ പറയുന്ന അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിന് എത്ര ദിവസം മുൻപ് ഇൻഫോം ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 14 ദിവസം മുൻപേ നോട്ടീസ് നൽകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദെൻ നമ്മളിവിടെ പറഞ്ഞു 4ാമത്തെ സ്പീക്കർ ആണെന്ന് പറഞ്ഞു. ഇത്തരത്തിലൊരു അവിശ്വാസ പ്രമേയം നേരിടുന്ന 4ാമത്തെ സ്പീക്കർ ആണെന്ന് പറഞ്ഞു. ആദ്യത്തെ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ GV മൗലാങ്കർ ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്ത് വയ്ക്കാനുള്ളത് ഒരു ലോക്സഭാ സ്പീക്കറെ നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 94 ആണ്. കുറച്ചും കൂടെ കൃത്യമായി പറഞ്ഞാൽ 94 ക്ലോസ് E ആണ് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ വന്ദേ മാതരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ദേശീയ ഗീതമായ വന്ദേ മാതരത്തിനായുള്ള ആദ്യത്തെ ഔപചാരിക പ്രോട്ടോകോൾ ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കി എന്നുള്ളതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നമുക്കറിയാം ഓൾറെഡി നമ്മുടെ ജനഗണമനയ്ക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്രോട്ടോകോൾ ഉണ്ട്. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് ഒരു പ്രോട്ടോകോൾ ഉണ്ട്. അതെങ്ങനെ ആലപിക്കണമെന്ന് തുടങ്ങിയ കാര്യങ്ങൾക്ക് ഒരു പ്രോട്ടോകോൾ ഉണ്ട്. പക്ഷേ ഇതാദ്യമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, വന്ദേ മാതരത്തിന് ഒരു പ്രോട്ടോകോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോട്ടോകോൾ പ്രകാരം വന്ദേ മാതരത്തിന്റെ 6 ഖണ്ഡികകൾ, അതായത് 3 മിനിറ്റ് 10 സെക്കൻഡ് ആണ് അതിന്റെ ടൈം എന്ന് പറയുന്നത്, ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും എന്ത് ചെയ്യണം, ആലപിച്ചിരിക്കണം എന്നുള്ള കാര്യമുണ്ട്. ദെൻ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമനയും വന്ദേ മാതരവും ആലപിക്കുന്ന കണ്ടീഷൻ വരികയാണെങ്കിൽ ആദ്യത്തെ പ്രയോറിറ്റി വന്ദേ മാതരത്തിന് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രപതി പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടിയുടെ ആദ്യത്തിലും അവസാനത്തിലും എന്താണ് ഇത് ആലപിക്കണം. ദെൻ രാഷ്ട്രപതി റേഡിയോയിലൂടെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിന് തൊട്ട് മുൻപ് ശേഷവും എന്ത് ചെയ്യണം, വന്ദേ മാതരം പ്ലേ ചെയ്യണമെന്നുണ്ട്. അതുപോലെ തന്നെ ഗവർണറോ അല്ലെങ്കിൽ ലഫ്റ്റനന്റ് ഗവർണർമാരോ, നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരോ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്, ഔദ്യോഗിക പരിപാടിയാണ് എങ്കിൽ അതിന്റെയും തുടക്കത്തിലോ അവസാനത്തിലോ എന്ത് ചെയ്യണം, തുടക്കത്തിലും അവസാനത്തിലും ഈ പറയുന്ന വന്ദേ മാതരം പ്ലേ ചെയ്തിരിക്കണം. തുടങ്ങിയതൊക്കെയാണ് എന്നുള്ളത് ഈ ഒരു പ്രോട്ടോകോൾ ഉള്ളത്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വന്ദേ മാതരം പ്ലേ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ എഴുന്നേറ്റ് നിന്ന് എന്ത് ചെയ്യണം, അതിനെ ബഹുമാനിക്കണം എന്നും പറയുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല ദെൻ വേറൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സിനിമ, ഡോക്യുമെന്ററി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് വന്ദേ മാതരം പ്ലേ ചെയ്യുന്നത് എങ്കിൽ എന്ത് ചെയ്യേണ്ട, എഴുന്നേറ്റ് നിൽക്കേണ്ട ആവശ്യമില്ല. കാര്യം അത് ആസ്വാദനത്തെ തടസ്സപ്പെടുത്തും അല്ലെങ്കിൽ അക്രമാസക്തമാവും എന്നുള്ള കുറെ കാരണങ്ങൾ കൊണ്ട് ആ ഒരു കണ്ടീഷനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അല്ലാതെയുള്ള ഔദ്യോഗിക പരിപാടികളിലൊക്കെ വന്ദേ മാതരം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്നുള്ളതാണ് പുതിയ പ്രോട്ടോകോൾ പ്രകാരമുള്ളത്. ഇനി മറ്റു കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഈ വന്ദേ മാതരം എഴുതിയത് എല്ലാവർക്കും അറിയാം അല്ലെ, ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അദ്ദേഹത്തിന്റെ ആനന്ദമഠം എന്ന് പറയുന്ന നോവലിലാണ് എന്തുള്ളത്, ഈ പറയുന്ന വന്ദേ മാതരം ഉള്ളത്. ദെൻ ആനന്ദമഠം എന്ന് പറയുന്നത് ബംഗാളിലെ സന്യാസി കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഒരു നോവലാണ് ആനന്ദമഠം. അതുപോലെ തന്നെ വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികം എന്ന് പറയുന്നത് 2026 1896 INC സമ്മേളനത്തിലാണ് വന്ദേ മാതരം എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് ആലപിക്കുന്നത്. സോ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ദെൻ 1950 ജനുവരി 24 എന്ത് ചെയ്തു, വന്ദേ മാതരം നമ്മുടെ ദേശീയ ഗീതമായിട്ട് അംഗീകരിക്കപ്പെട്ടു എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ പുറത്തുവിട്ട ഏറ്റവും പുതിയ അഴിമതി സൂചിക അഥവാ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് 2025. 2025 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് 2025 പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഏതാണ്? ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഡെൻമാർക്ക് ആണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. അപ്പോൾ ഏതാണ്? ഡെൻമാർക്ക് ആണ് ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ പുറത്തുവിട്ട ഏറ്റവും പുതിയ അഴിമതി സൂചിക പറയുന്നത്. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി അതുപോലെ തന്നെ ഒരു ഇൻഡെക്സ് അല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ 2ാം സ്ഥാനത്ത് ആരാ? ഫിൻലാൻഡ് ആണ്. ദെൻ 3ാം സ്ഥാനത്ത് സിംഗപ്പൂർ ആണ്. ദെൻ ഇന്ത്യയുടെ സ്ഥാനം ഈ ഒരു ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 91 ആണ്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇന്ത്യ ഒരു 5 സ്ഥാനം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഇന്ത്യ 96ാമതായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇന്ത്യ 91ാമതാണ്. ഇനി ഏറ്റവും അവസാനത്ത് അഥവാ ഏറ്റവും അഴിമതി ഉള്ള രാജ്യം എന്ന് പറയുന്നത് ഇത്തവണ 2 രാജ്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് സൊമാലിയ. ഏതാണ്? ഒന്ന് സൊമാലിയ. അതേപോലെ തന്നെ ദക്ഷിണ സുഡാൻ. ഏതാണ്? ദക്ഷിണ സുഡാൻ. സോ ഈ 2 രാജ്യങ്ങളാണ് ഏറ്റവും അവസാന സ്ഥാനത്ത് അല്ലെങ്കിൽ ഏറ്റവും അഴിമതിയുള്ള രാജ്യങ്ങളായിട്ട് പറയുന്നത്. ഇന്ത്യ എത്രാമതാണ്? 91ാമതാണ്.
ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ചന്ദ്രയാൻ 4 ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ചന്ദ്രയാൻ 4 എന്ന് പറയുന്നത് എന്താണ്, സാമ്പിളുകൾ കളക്ട് ചെയ്യാനുള്ള ദൗത്യമാണ്. അപ്പോൾ ചന്ദ്രയാൻ 4 ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ലാൻഡർ ഇറങ്ങാൻ സാധ്യതയുള്ള സ്ഥലമായിട്ട് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ചന്ദ്രനിലെ പർവ്വത മേഖല ഏത് എന്നുള്ളതാണ് മൗണ്ട്സ് മൗണ്ടൻ. ഏതാണ്? മൗണ്ട്സ് മൗണ്ടൻ ആണ്, കൃത്യമായിട്ട് ഓർക്കുക. അല്ലെങ്കിൽ MM4, അതായത് ഈ മൗണ്ട്സ് മൗണ്ടൻ അഥവാ അതിലെ MM4 എന്ന് പറയുന്ന സ്ഥലമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇതിന് വേണ്ടിയിട്ട് അവർ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മൗണ്ട്സ് മൗണ്ടൻ എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും നീളം കൂടിയ, ചന്ദ്രനിലെ ഏറ്റവും നീളം കൂടിയ പർവ്വത മേഖലയാണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന മൗണ്ട്സ് മൗണ്ടൻ എന്ന് പറയുന്നത്. സോ അവിടെയാവും എന്ത് ചെയ്യുക, ചന്ദ്രയാൻ 4ന്റെ ലാൻഡർ ഇറങ്ങാനായിട്ട് സാധ്യതയുള്ളതായിട്ട് നമ്മുടെ ശാസ്ത്രജ്ഞർ പറയുന്നത്. സോ അതൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി അതുപോലെ തന്നെ മെൽബ റോയ് മൗണ്ടൻ, അദ്ദേഹത്തിന്റെ പേരാണ് ഈ ഒരു പർവ്വതത്തിന് നൽകിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. 2028 എന്ത് ചെയ്യുക, ഈ ഒരു മിഷൻ വിക്ഷേപിക്കാം. ഇനി അടുത്തത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ലോകകപ്പിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി ആരെന്നാണ്, അത് അലിഷാൻ ഷറഫു. ആരാണ്? അലിഷാൻ ഷറഫു ആണ്. അപ്പോൾ ഈ ഒരു പേര് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇദ്ദേഹം ഇന്ത്യൻ ടീമിലല്ലോ. അതെ, ഇന്ത്യൻ ടീമിലല്ല, ഇദ്ദേഹം UAE ടീമിന് വേണ്ടിയാണ് കളിക്കുന്നത്. അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യുക. പക്ഷേ നമ്മുടെ കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. ലോകകപ്പിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി എന്ന് പറയുന്നത് അലിഷാൻ ഷറഫു ആണ്. ഇൻ കേസ് സഞ്ജു ഒരു ഹാഫ് സെഞ്ചുറി നേടുകയാണെങ്കിൽ ഇന്ത്യക്കായി എന്ന് കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ചേർത്ത് വായിക്കേണ്ടി വരും. കാര്യം എന്ന് പറയുന്നത് മുൻപ് ഏകദിനത്തിൽ സെഞ്ചുറി നേടിയ, അന്താരാഷ്ട്ര ഏകദിനത്തിൽ സെഞ്ചുറി നേടിയ ആദ്യ മലയാളി എന്ന് പറയുമ്പോൾ സഞ്ജു അല്ല, അതാരാണ്? CP റിസ്വാൻ ആണ്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി എന്ന് ചോദിക്കുമ്പോൾ അത് സഞ്ജു സാംസണാണ്. സോ ആ വ്യത്യാസം മനസ്സിലാക്കി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കമ്പനി ബോർഡ് LGS എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ചാനലിന്റെ റെക്കോർഡ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആയിട്ടുള്ള 999 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് 200 മണിക്കൂറിലേറെ റെക്കോർഡ് ക്ലാസ്സുകൾ, മോഡൽ എക്സാമുകൾ, ദെൻ ടോപ്പിക് വൈസ് റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും, ദെൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ, ന്യൂ ആൻഡ് ഓൾഡ് SCRT ക്ലാസ്സുകൾ, ദെൻ അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, മെന്റൽ സപ്പോർട്ട്, ഇതെല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ഇതെല്ലാം കൂടി ചേർത്താണ് വെറും 999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ഫോൺ നമ്പർ സ്ക്രീനിലുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഓഫർ എന്തായാലും മിസ്സായി കളയണ്ട. ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്ത് പഠനം ആരംഭിക്കുക. ദെൻ വാലിഡിറ്റി ലൈഫ് ടൈം വാലിഡിറ്റി ആണ്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞത് മലയാള വാർത്താ മാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് എഡിറ്റർ ആരാണെന്ന് പറഞ്ഞു, സുജയ പാർവതി, ബിഗ് TV. ഇതിനൊരു അവാർഡ് പറഞ്ഞല്ലേ, അതായത് 2026 കേരള കാളിദാസ കേരളവർമ്മ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്ന് പറഞ്ഞു, KS രതീഷ് ആണെന്ന് പറഞ്ഞു. ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു, ഒരു ആപ്ലിക്കേഷൻ ആണല്ലേ, നമ്മുടെ കേരളം എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ. അതായത് സംസ്ഥാന സർക്കാർ സേവനങ്ങൾ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ കേരളം. ദെൻ അതിനുശേഷം പറഞ്ഞ പോയിന്റ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര വിദ്യാലയം ഏതാണെന്ന് പറഞ്ഞു, അത് കണ്ണൂരുള്ള മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്, ഇടുക്കി. അത് നിലവിൽ വന്നിട്ട് എത്ര വർഷം, മീൻസ് അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 50 വർഷം പൂർത്തിയാകുന്നു. 1976 എന്ത് ചെയ്തത്, ഈ പറയുന്ന പദ്ധതി ഇനാഗുറേറ്റ് ചെയ്ത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത്. ദെൻ അതിനുശേഷം പറഞ്ഞത് 2025 കേരള വന ഭേദഗതി നിയമം, അതായത് നമ്മുടെ 1961 കേരള വന നിയമം എന്ത് ചെയ്തിരിക്കുന്നു, ഭേദഗതി ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് പ്രകാരം സ്വകാര്യ ഭൂമിയിൽ വളർത്തുന്ന ചന്ദനമരം എന്താണ്, വനം വകുപ്പ് മുഖേന മുറിച്ച് വിൽക്കാൻ ഭൂവുടമകൾക്ക് സർക്കാർ അനുവാദം നൽകിയിരിക്കുകയാണ്. സോ ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ ഇത് പ്രകാരം ഇനി അവരുടെ പറമ്പിൽ നിന്ന് മോഷണം പോയി കഴിഞ്ഞാൽ അവർക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റില്ല, കേസ് ഒന്നും എടുക്കാനായിട്ട് പറ്റത്തില്ല. അതിനുശേഷം നമ്മൾ എന്താ ചർച്ച ചെയ്തത്, 2026 ഫെബ്രുവരിയിൽ വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ TCSനെ മറികടന്ന് ഇന്ത്യയിലെ 4ാമത്തെ വലിയ കമ്പനിയായി മാറിയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്ന് പറഞ്ഞു. ദെൻ അതിനുശേഷം കുറച്ച് ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, അതായത് സിവാസ്, സമുദ്ര 2.0, ജെല്ലി, AIIP എന്ന് പറയുന്ന കുറച്ച് സേവനങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു, അടുത്തിടെ ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് ലോഞ്ച് ചെയ്തിരിക്കുന്നു. ദെൻ അതിനുശേഷം പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ പുതിയ ITI ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. സോ ആ ഒരു ചട്ടപ്രകാരം അധികൃതർ ആവശ്യപ്പെട്ടാൽ 3 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം, ഡീഫേക്ക് ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യണം എന്നുള്ളതാണ്. ദെൻ അതിനുശേഷം ഇന്ത്യയിൽ ആദ്യത്തെ മ്യൂസിക്കൽ റോഡ് എവിടെയാണെന്ന് പറഞ്ഞു, എവിടെയാണ്, മുംബൈ കോസ്റ്റൽ റോഡിലാണ്. സോ അത് കൂടെ ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ദെൻ അതിനുശേഷം പറഞ്ഞത് അടുത്തിടെ ലഖ്പതി ബിട്ടിയ യോജന എന്ന് പറയുന്ന ഇതാണ് പെൺകുട്ടികൾക്കുള്ള എന്താണ് ധനസഹായം, ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടികൾക്കുള്ള ധനസഹായം. അപ്പോൾ അത് ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹിയിലാണ്. ദെൻ അതിനുശേഷം പറഞ്ഞു സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകപ്പെട്ട 4ാമത്തെ സ്പീക്കർ ആരാണ്, ഓം ബിർളയാണ്. ദെൻ അതിനുശേഷം പറഞ്ഞത് എന്താണ്, ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് ഒഫീഷ്യലായിട്ട് ഒരു പ്രോട്ടോകോൾ വന്നിരിക്കുകയാണ്. ഇത് ആദ്യമായിട്ടാണ് വന്ദേ മാതരത്തിന് എന്ത് ചെയ്യുന്നത്, പ്രോട്ടോകോൾ വരുന്നത്. ദെൻ അതിനുശേഷം ഒരു ഇൻഡെക്സ് പറഞ്ഞു, അതായത് കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് 2025 പ്രകാരം ലോകത്തിലെ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഏതാണ്, ഡെൻമാർക്ക് ആണെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇന്ത്യ 91ാമതാണ്. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്തായിരുന്നു, ചന്ദ്രയാൻ 4 ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ലാൻഡർ ഇറങ്ങാൻ സാധ്യതയുള്ള പർവ്വത മേഖല ഏതാണെന്ന് പറഞ്ഞു, അത് മൗണ്ട്സ് മൗണ്ടൻ ആണ്. അതിനുശേഷം ഒരു മലയാളിയെ പരിചയപ്പെട്ടു, അതായത് ലോകകപ്പിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി അലിഷാൻ ഷറഫു.
ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള തൊഴിലാളികൾക്കായിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ആശ്രിത ധനസഹായ പദ്ധതി ഏത് എന്നാണ്. ആശ്രിതം, സ്നേഹമിത്ര, രക്ഷാകവചം, സ്നേഹസഹായം. ഇനി രണ്ടാമത്തെ ചോദ്യം, കിൻഫ്രയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യ ഗ്ലോബൽ ഗോൾഡ് സിറ്റി നിലവിൽ വരുന്നത് എവിടെയെന്നാണ്. ചെറുതുരുത്തി, ചിറയൻകീഴ്, പുനലൂർ, മട്ടന്നൂർ. അപ്പോൾ ഇതിന്റെ ശരിയുത്തരം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, അന്റോണിയോ ജോസ് സെഗുറ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ്? അപ്പോൾ എല്ലാവർക്കും അറിയാം, പോർച്ചുഗലിന്റെ പുതിയ പ്രസിഡന്റ് ആണ് ആരെന്ന് പറയുന്നത്, അന്റോണിയോ ജോസ് സെഗുറ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, SIR സംബന്ധിച്ച എല്ലാ നടപടികളും പൂർത്തിയായ കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. ഇനി അതേസമയം നിയമസഭാ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? കുട്ടനാടാണ് അല്ലേ. നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. സോ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായി വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2026 ഫെബ്രുവരി 13, 14 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.